റഷ്യയും യുഎസും തമ്മിലുള്ള വ്യാപാര ബന്ധം കഴിഞ്ഞ മാസങ്ങളിൽ 20% വർദ്ധിച്ചു. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം നടന്നത്. ട്രംപുമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്ളാഡിമിർ പുടിൻ ട്രംപിനിട്ട് നല്ലൊരു കൊട്ടു കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി അദ്ദേഹത്തിന്റെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം രക്ഷിക്കാനാണ് ഈ സുഹൃത്ത്, അതായത് വ്ളാഡിമിർ പുടിൻ ഇത്തരമൊരു കാര്യം അവിടെ പരാമർശിച്ചത്, അതായത് ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതിന്റെ പേരിൽ 50% അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ട്രംപിന്റെ കരുതിക്കൂട്ടിയുള്ള നടപടിയായിരുന്നുവെന്നും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇതോടുകൂടി തന്നെ അണിയറയിൽ ഇരു നേതാക്കളും തമ്മിൽ ഒരു ശീതയുദ്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പുറമെ തന്നെ ട്രംപും പുടിനുമായുള്ള ചർച്ച 10-ൽ 10 എന്നൊക്കെ തന്നെ വിശേഷിപ്പിച്ചെങ്കിൽ പോലും ഇരുട്ടിന്റെ അന്ധകാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ റഷ്യക്ക് നേരെ ഒളിയം പെയ്യുകയാണോ, അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്കാണോ എന്നത് ട്രംപ് നീങ്ങുന്നതെന്നും കണ്ടു തന്നെ അറിയേണ്ടതാണ്. മാത്രമല്ല, മോദി റഷ്യയുമായി കൂടുതൽ അടുത്താൽ അത് ട്രംപിന് തന്നെയാകും ദോഷം ചെയ്യുക എന്നതും മറ്റൊരു വിലയിരുത്തലാണ്. ഇവർ ഒറ്റ ശക്തിയായി നിന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. എന്തു തന്നെയായാലും ട്രംപിന്റെ അധിക തീരുവ ഭീഷണി ഏറെ ഗുണം ചെയ്യാൻ പോകുന്നത് പ്രധാനമായും റഷ്യക്ക് തന്നെയാണ്. കാരണം എണ്ണ വ്യാപാരത്തിൽ ഈ മാസങ്ങളിൽ വമ്പൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായും ഉയർന്ന കണക്കുകളാണ് റിപ്പോർട്ടിൽ പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ മോദിയുടെ മുഖം രക്ഷിക്കാൻ പുടിൻ നടത്തിയ ശ്രമങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നതും. അതായത് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ സുഹൃത്തായ മോദിയെ രക്ഷിക്കാൻ മറന്നില്ല. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ റഷ്യയും യുഎസും തമ്മിലുള്ള വ്യാപാരം 20% വർദ്ധിച്ചുവെന്ന പുടിന്റെ പ്രസ്താവന കരുതിക്കൂട്ടി ട്രംപിനെ കൊട്ടാനുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു. കാരണം ഇതുവഴി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തതിന്റെ പേരിൽ ഇന്ത്യക്കെതിരായ 50% തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരായ ശക്തമായ വിമർശനമായിരുന്നു അദ്ദേഹം അഴിച്ചുവിട്ടത്. മോദിയുടെ മുഖം രക്ഷിക്കാൻ പുടിൻ നടത്തിയ ശ്രമമായിരുന്നു അമേരിക്കയും ട്രംപിനും എതിരായ പുടിന്റെ ഈ ഒരു വിമർശനം. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം യുഎസും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ 20% അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. യുഎസ് അവരുടെ വ്യവസായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി റഷ്യയിൽ നിന്നും വളവും യുറേനിയവും ഒക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേസമയം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു എന്നാണ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത്. ഇവിടെ യുഎസിന്റെയും ട്രംപിന്റെയും കാപട്യമാണ് പുടിൻ പൊളിച്ചടുക്കിയതും. റഷ്യയെ നിലയ്ക്കു നിർത്തുവാനും യുക്രൈനെ രക്ഷിക്കുവാനും റഷ്യയുമായുള്ള എല്ലാ കച്ചവട ബന്ധവും അവസാനിപ്പിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്ന ട്രംപിന്റെ മുഖംമൂടി വലിച്ചു കീറുകയായിരുന്നു പുടിൻ ഈ ഒരു പ്രസ്താവന നടത്തിയതിലൂടെ ചെയ്തിരിക്കുന്നത്. പുടിൻ യുഎസിന് നൽകിയ അടി ഇന്ത്യയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഈയിടെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് കരുതി അതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ആകട്ടെ ഇന്ത്യക്കെതിരെ 25% പിഴ തീരുവ അധികമായി ചുമത്തുകയാണ് ഉണ്ടായത്. നേരത്തെ ചുമത്തിയ 25% പുറമെയാണ് ഈ പിഴ തീരുവ. ഇതോടെ ഇന്ത്യക്കെതിരായ വ്യാപാര തീരുവ 50% റഷ്യയിൽ നിന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ശിക്ഷിച്ച് എന്ന നിലയിൽ 50% തീരുവ ചുമത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്ന എണ്ണ റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഇന്ധനം ലഭിക്കണമെന്ന താല്പര്യം മാത്രമാണിപ്പോൾ ഉള്ളതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.